വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല അതിനുശേഷം AFM അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ GST പേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സബ്ജക്ട്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ പ്രോബ്ലംസ് കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് തന്നെ പ്രോബ്ലംസ് കൂടുതലാണ്. 3 പ്രോബ്ലംസ് SAക്ക് വരും, ഒരു തിയറിയാണ് കണ്ടുവരാറ്. അപ്പോൾ പ്രോബ്ലം പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ അസൈൻമെന്റ് പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് പ്രോബ്ലം ആണ്. അപ്പോൾ അസൈൻമെന്റ് നോക്കണം, ട്രാൻസ്പോർട്ടേഷനും നോക്കണം. അസൈൻമെന്റ് SAക്ക് പ്രതീക്ഷിക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഞാൻ 5 മാർക്കിനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും അസൈൻമെന്റ് പഠിച്ചു വയ്ക്കണം. അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും 5 മാർക്കിന് അത് ചോദിക്കും. ഇപ്രാവശ്യം ഞാൻ അസൈൻമെന്റ് ആണ് SAക്ക് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനും നോക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലം ആണ്. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലം ആണ്. അതിൽ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനും പ്രൊജക്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക, പ്രൊജക്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പ്രൊജക്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ CPM പെർട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നാണ് നമ്മൾ മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിൽ ഗ്രാഫിക്കൽ മെത്തേഡ് നിർബന്ധമായും നോക്കി വയ്ക്കുക. ഓക്കെ, പ്രോബ്ലം. ഇനി ഇതിൽ സിംപ്ലക്സിൽ നിന്ന് അങ്ങനെ വരികയാണെങ്കിൽ അത് ഞാൻ ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല, വളരെ ടഫാണ്. അതുകൊണ്ട് തന്നെ സിംപ്ലക്സ് വരാണെങ്കിൽ ചെയ്യേണ്ട, വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതിലോട്ട് പോയാൽ മതി. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ തിയറിയാണ്. അപ്പോൾ LPP പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിയറി വരുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നാലും നിങ്ങൾ തിയറിയും കൂടിയും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നോക്കുക. ബേസിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ SAക്ക് വന്നില്ലെങ്കിൽ അത് 5 മാർക്കിൻ്റെയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പറേഷൻ റിസർച്ച് OR എന്താണ്, അതുപോലെ തന്നെ ടെക്നിക്സ് യൂസ്ഡ് ഇൻ OR, ടെക്നിക്സ് യൂസ്ഡ് ഇൻ OR. അതുപോലെ തന്നെ കോപ്പുണ്ട്, അത് നോക്കി വയ്ക്കുക. ദെൻ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയാണ് OR യൂസ് ചെയ്യുന്നത്, ആൻഡ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് EMV ആണ്. EMV SAക്ക് ഇട്ടില്ലെങ്കിൽ 5 മാർക്കിനാവും, എന്തായാലും പ്രതീക്ഷിക്കുന്നു. EMVയുടെ കമ്പ്യൂട്ടേഷൻ, അതുപോലെ തന്നെ പ്രോബ്ലം ആണ് ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം എന്ന് എഴുതാം. ഇനി അതിൻ്റെ തിയറിയും കൂടി നോക്കി വയ്ക്കുക. സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതും കൂടി നോക്കാം കേട്ടോ. സോ SAക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന 5 സജഷൻസ് ആണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്പർ 1 അസൈൻമെൻറ്റ് പ്രോബ്ലം,
ട്രാൻസ്പോർട്ടേഷനും നോക്കി വയ്ക്കുക. കൂടുതൽ അസൈൻമെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. മാറി മാറി വരാറുള്ളതാണ്. ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. SIക്ക് ഒന്ന് ഇട്ടാൽ പിന്നെ 5 മാർക്കിന് മറ്റത് തരണം, അങ്ങനെയാണ് ഇടാറ്. പിന്നെ നെറ്റ്വർക്ക് അനാലിസിസ് ആണ് നോക്കി വയ്ക്കണം, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. പിന്നെ LPP ഗ്രാഫിക്കൽ മെത്തേഡ് പ്രോബ്ലം. പിന്നെ ORൻ്റെ തിയറി ചോദിക്കാറുണ്ട്, ORൻ്റെ ടെക്നിക്സ് നോക്കണം, സ്കോപ്പ്. ഓക്കെ. പിന്നെ EMV അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം നോക്കുക, അതിൻ്റെ തിയറി, സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ സജഷൻസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.